Let's turn our attention to 1 Samuel chapter 18. ഇന്നത്തെ വചനധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. Let me read a few verses from the beginning, then we will continue as the Holy Spirit leads. 18 verse 1 onwards says, when David had finished speaking to Saul, the soul of Jonathan was bonded to the soul of David, and Jonathan loved him as himself. Verse 3, then Jonathan made a covenant with David because he loved him as himself. ഇങ്ങനെ 1-ാം വാക്യവും 3-ാം വാക്യവും വായിക്കുന്നു. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. 3-ാം വാക്യം വായിക്കുന്നു, യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. Verse 4 also, let me read. Jonathan stripped himself of the outer robe that he was wearing and gave it to David with his armor, including his sword, his bow, and his belt. 4-ാം വാക്യം, യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. This morning I want to present a very simple message. And just 3 individuals that you're familiar with. I just want to go through their lives a little bit. നിങ്ങൾക്ക് സുപരിചിതമായ 3 വ്യക്തികളെ ഇന്ന് പ്രഭാതത്തെ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധാരണ ലഘുവായ ഒരു ദൂതായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. We see Saul, we see Jonathan, we see David. നമ്മളിവിടെ ശൗലിനെയും യോനാഥാനെയും ദാവീദിനെയുമാണ് കാണുന്നത്. And 3 dominant characters from these 3 people, or 3 important things that we can learn from them. Or if I just take their portrait, what do they represent? That's what I want to talk അവർ about. എവിടെ നിന്ന് വരുന്നു, ഏത് രീതിയിലാണ് അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു ചിത്രം എന്ന പോലെ നമ്മുടെ മുമ്പിൽ അത് വരച്ചു കാട്ടിയിരിക്കുന്നു. Number 1, Saul. He is a portrait of jealousy. ഒരു അസൂയയുടെ സ്വഭാവമായ ഒരു ഭാവമായ ഒരു ശൗലിനെയാണ് നാം കാണുന്നത്. Now we see another person, Jonathan, an unselfish love. നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടമായ യോനാഥാനെ നമുക്ക് കാണുന്നു. Then we see David. He is a man of loyalty, that he really portray himself very uniquely, that he is faithful and he is very loyal. വളരെ താഴ്മയുടെ സ്വഭാവമായ വിശ്വസിക്കാൻ കഴിയുന്നതായ ഒരു ദാവീദിന്റെ ഒരു സ്വഭാവ സവിശേഷത ദാവീദിന്റെ സ്വഭാവത്തിൽ നിന്ന് കാണുന്നു. So we are going to learn these 3 people. What do they going to teach us? എന്താണ് ഈ 3 വ്യക്തികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചെടുക്കാവുന്നതെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. We read here 18 when it says, when David had finished speaking to Saul. ആമേൻ. ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ ദാവീദ് ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ എന്ന് പറയുന്നു. And that is the continuation of chapter 17. 17-ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് നാം കാണുന്നത്. After he won the battle, after he killed the Philistine and he cut the head off, and when all of a sudden Saul is asking a question, whose son is this young man? ആമേൻ. 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലെ 17-ാം അധ്യായത്തിലെ ഭാഗത്തിലെ മല്ലനായ ഗോലിയാത്തിനെ കൊന്നവന്റെ തല എടുത്തു കഴിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനോട് ചോദിക്കുന്നു, ഈ വ്യക്തി ഇവൻ ആരാകുന്നു എന്ന് ചോദിക്കുന്നു. It's very interesting to know that, previous chapters, you remember how many times this young man has been in the presence of Saul. He was playing harp and getting the evil spirit out of him. And I'm not going to go through this. Many times this young man was in the presence of Saul. പലവട്ടവും ശൗലിന്റെ കൺവെട്ടത്ത് പലതും ശൗലിന് വേണ്ടി വീണ വായിക്കുന്നവനായി നിന്ന ദാവീദിനെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് വളരെ വ്യത്യസ്തമായ ഒന്നും അറിയാത്തവനെ പോലെ ഈ ചോദ്യം ചോദിക്കുന്നത്. Even remember before the Philistine war, he brought him and tried to put all his armor and all of those things. അവൻ ഫെലിസ്ത്യനായ മല്ലന്റെ മുമ്പിലും തന്റെ മേലങ്കി തന്റെ ആയുധ കവചം ധരിക്കാൻ നിൽക്കുമ്പോഴും അതെല്ലാം സംഭവിച്ചൊരു സംഭവമാണ്. But he never, I cannot believe that he never knew whose son is this guy. ആരുടെ മകൻ എന്ന് ചോദിക്കുവാൻ പോലും അറിയാത്തവനായി തീരുന്നതിൽ എനിക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു. That's all, this is a picture of the world. Sometimes you do a lot of things
they don't care who you are. ആമേൻ. ഒരുപക്ഷെ അതാണ് ഈ ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ചിത്രം എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാലോ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്നും അവർ കെയർ ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ. But a soul sinner, if somebody killed, his family will be exempted from the tax. ആമേൻ. ആരെങ്കിലും ഈ മല്ലനെ കൊന്നു കഴിഞ്ഞാൽ ആ പിതൃഭവനം അവന്റെ ടാക്സിൽ നിന്നും ഒഴിവാക്കുമെന്ന് ശൗൽ പറഞ്ഞത്. So I'm going to give him the benefit of doubt. He probably is thinking, whose daddy is it, so that I will exempt his family from the tax. Call him and find out who is his father. ഒരുപക്ഷെ ആരുടെ മകൻ എന്ന് ചോദിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരെ ടാക്സിൽ നിന്ന് കരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ചിന്താഗതിയോട് ചോദിച്ചതായിരിക്കാം. We don't know, but anyway, called him and started talking to David. അവനെ തന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് ദാവീദിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി. And David began to talk about himself. ദാവീദ് തന്നെ പറ്റി അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. I don't know what are all the things he said. എന്തൊക്കെയാണ് അവനോട് മറുപടി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. But there was another person who was listening all this conversation. എന്നാൽ അവിടെ അടുത്ത് തന്നെ മറ്റൊരു വ്യക്തി അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. That was the son of Saul called Jonathan. അതാണ് യോനാഥൻ എന്ന് പറഞ്ഞ ശൗലിന്റെ മകനായ വ്യക്തി അവിടെ നിന്നത്. After David said all his testimony to or whatever he talked about himself or his parents to Saul. ആമേൻ. തന്റെ സാക്ഷ്യങ്ങൾ താൻ എവിടെ നിന്നാണ് തന്റെ മാതാപിതാക്കൾ ആരെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം immediately something happening in the heart of Jonathan, the soul of Jonathan bonded with David. അവൻ പെട്ടെന്ന് തന്നെ തന്റെ ആത്മാവിന്റെ തന്റെ പ്രാണന് അവന്റെ ദാവീദിന്റെ ആത്മാവിനോട് ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. In some translation, the original translation says the soul of Jonathan knitted with the soul of David. അവ യോനാഥന്റെ ഹൃദയ മനസ്സ് അവനോട് പറ്റിച്ചേർന്നു എന്ന് തുന്നി തയ്ച്ചു പിടിപ്പിച്ചതുപോലെ they just kind of joined together. ആമേൻ. അങ്ങനെ ഒരുമിച്ച് തുന്നിച്ചേർത്തതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു സന്ദർഭം ഉണ്ടാകുന്നു. Because what did happen? Why is it this Jonathan immediately got attracted to David? എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ യോനാഥന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേരുവാൻ ഇടവന്നത്? I mean, you can go put in your wild imagination and begin to meditate it. But let me give you a couple of thoughts that came into my mind. നിങ്ങൾക്കും ഭവനത്തിൽ ചെന്ന് ചിന്തിക്കാം. എന്നാൽ എന്റെ മനസ്സിൽ ഉദിപ്പിച്ചത് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ. All of a sudden this Jonathan began to see something special in David. വളരെ പെട്ടെന്ന് ദാവീദിൽ നിന്ന് എന്തോ പ്രത്യേകമായ ഒന്നോ യോനാഥന് കാണുവാൻ ഇടയായി. He kind of noticed that Jonathan put himself and said, chapter 14 we remember a story. 14-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. I mean, the Philistines were there and Saul and the army were camping in one side and they were doing nothing, but Jonathan went against the Philistines. ഫിലിസ്ത്യൻ ഒരു വശത്ത് മറുവശത്തായി ശൗലും കൂട്ടാളികളും ഉണ്ട്. എന്നാൽ യോനാഥൻ അവർക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്നത് കാണുന്നില്ല. You remember this thing, he was rambling or kind of going his hand and feet തത്തി പിടിച്ച് going into the hills and went to the Philistine garrison and defeated them. ആമേൻ. കുന്നുകളിന്മേൽ തത്തിപ്പിടിച്ച് കയറി അവിടെ മുമ്പിൽ ഉണ്ടായിരുന്ന സൈന്യത്തെ, ഫിലിസ്തീയ സൈന്യത്തെ നശിപ്പിക്കുന്നതും കൊല്ലുന്നതായി കണ്ടില്ലേ? So that means when the army of Saul and when they were doing nothing, this young Jonathan was willing to go and do something that nobody was willing to do. ആരും അവർക്കെതിരെ ഇറങ്ങിത്തിരിക്കാത്തപ്പോൾ ശൗലും പട്ടാളവും വെറുതെ ഇരുന്നപ്പോൾ ഈ പട്ടാളത്തിന് ഫിലിസ്തീയ കൂട്ടത്തിന് നേരെ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയല്ലേ യോനാഥൻ? Now all of a sudden see David put himself, nobody wanted to do anything. Saul and the army are all afraid and doing nothing, and David is going against the Philistine by himself. എന്നാൽ ഈ സന്ദർഭത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആരും ഈ മല്ലനെതിരെ ഇറങ്ങിത്തിരിക്കാത്ത അവസ്ഥയിൽ ദാവീദ് ഒറ്റയ്ക്ക് മല്ലനെതിരെ ഇറങ്ങിത്തിരിച്ചില്ലേ? So look at both of them, they were able to do or willing to do something what other people are not able to do. മറ്റുള്ളവർക്ക് ചെയ്യുവാൻ അസാധ്യമായി ഇരുന്നിടത്ത് ഈ രണ്ട് വ്യക്തികളും ഇറങ്ങിത്തിരിച്ചില്ലേ? സന്നദ്ധമായി ഇറങ്ങിയില്ലേ? Brothers and sisters, that is my prayer these days. ഈ നാളുകളിൽ എന്റെ പ്രാർത്ഥന, ആത്മാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് മാത്രമാണ് സഹോദര സഹോദരി. God give us some boldness and strength and the grace to do something for the Lord. Even if others are not doing, don't let us go into this passive life. മറ്റുള്ളവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ദൈവമേ ഈ ജനത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുവാനുള്ള കൃപ, ശക്തി അവിടുന്ന് തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് ഞാൻ മുമ്പോട്ട് ഓടുന്നത്. After living 10 years, 15 years, 20 years, 50 years, one day we will die. What is the legacy we going to leave behind? 10, 15, 20 വർഷത്തെ 50 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് മരിച്ചു മടങ്ങുമ്പോൾ എന്ത് പിതൃ അവകാശമാണ് നിങ്ങൾ എന്താണെന്ന് ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു We can പോകുന്നത്? glow with the people or we
we can do nothing. And what will be the one thing that will be, amen, strikingly different from others? ഇവിടെ നിന്ന് ഒരുപക്ഷെ ഈ ജനത്തോടൊപ്പം സാധാരണയായി മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം എന്താണ് നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നത്? Hundreds of thousands of people left Egypt, and you know the story, and they were traveling and coming, and all of a sudden they were the spies went to the promised land and spied and came back. ആമേൻ. നൂറുകണക്കിന് ആളുകൾ ഈജിപ്തിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചെന്നാൽ അവിടുത്തെ ചാരന്മാർ പോയിട്ട് മടങ്ങി വന്നു. Amen. But one person we see, Caleb. എന്നാൽ കേലബ് എന്നൊരു വ്യക്തി അവിടെ എടുത്തു കാണിക്കേണ്ടതായിട്ടുണ്ട്. Everybody is dwelling on the fear, negativity and disbelief, but not Caleb. അവിശ്വാസത്തിന്റെ വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് വന്നപ്പോൾ കേലബിൽ നിന്നല്ല, അതല്ല വന്നത്. Amen. Caleb said, I am willing to go forward. കേലബ് പറയുന്നു, ഞാൻ മുമ്പോട്ട് ഇറങ്ങി തിരിക്കുവാൻ തയ്യാറാവുന്നു. We can conquer that enemy. ഞാൻ ആ നമുക്ക് ശത്രുക്കളെ കീഴടക്കുവാൻ കഴിയും. Amen. That's why later on only 2 people entered the promised land. They are from the same generation, and one of them were Caleb. അതുകൊണ്ടാണ് അതേ തലമുറയിൽ നിന്ന് 2 പേർ മാത്രം ആ വാഗ്ദത്ത ഭൂമി കാലുകുത്തിയത്. അതിൽ ഒരുവൻ കാലേബായിരുന്നു. Amen. That's what I am praying these days. അതാണ് ഞാൻ ഈ നാളുകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. Lord, give me such a boldness. അങ്ങനെയുള്ള ഒരു ധൈര്യം എന്റെ ഉള്ളിൽ നിങ്ങൾക്ക് Give തരണമേ. me such a faith, O Lord. അങ്ങനെയുള്ള ഒരു വിശ്വാസം എനിക്ക് തരണമേ. Amen. Not fall into the trap of the negativity, O Lord. I want to do something for the Lord. ആ നെഗറ്റിവിറ്റിയുടെ ആ കെണിയിൽ അകപ്പെടുവാനല്ല, ചിലത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം, ആത്മാർത്ഥ ധൈര്യം എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന. Amen. So think about Ruth. രൂത്തിനെ കുട്ടി ഒന്ന് നിങ്ങൾ ചിന്തിച്ചു I നോക്കി. can talk about so many people, but a couple of them I want to point out. പലരെ പറ്റിയും വിളിച്ചു പറയാം, എന്നാൽ 2-3 പേരെ പറ്റി പറയട്ടെ. She lost everything. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. Her family is saying one thing to her. ഒന്ന് മാത്രം ആ കുടുംബത്തിൽ നിന്ന് അവരോട് പറയുന്നു. Amen. She said, they said, don't leave Moab, don't go to Bethlehem. ബേത്ലഹേമിൽ പോവരുതേ, മോവാബിൽ തന്നെ നിൽക്കണമേ. But for Ruth it is the uncertainty of the foreign land. She doesn't know how Bethlehem look like. എങ്ങനെയാണ് ബേത്ലഹേം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന രൂത്ത്. But one thing she decided. ഒന്ന് മാത്രം ഉള്ളിൽ ചിന്തിച്ചു. I can live here with my people and amen, go in the life of status quo, or I can go with amen, Naomi to the land, amen, land of God. ഒന്നിലെ എന്റെ സ്വജനത്തോടു കൂടി എന്റെ ആൾക്കാരോട് കൂട്ടത്തോടു കൂടി ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നവോമിയുടെ കൂടെ എനിക്ക് ബേത്ലഹേമിലേക്ക് കടന്നു പോകാം. Amen. It was not easy. അത് ലഘുവായി തോന്നിയില്ല. Amen. She took the steps forward. അവൾ മുമ്പോട്ടുള്ള പാദങ്ങൾ തന്നെ വെച്ചു. And God helped her to come into the field of Boaz. ആ ബോവസിന്റെ നിരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം അവളെ സഹായിച്ചു. And you know the story. She became the great grandmother of Jesse. ഇശായിയുടെ ഏറ്റവും വലിയൊരു ഗ്രാൻഡ് മദറായി അവളെ വളർത്തിയെടുത്തത് അറിയുന്നല്ലോ. And that put her in the lineage of Jesus Christ. അതാണ് യേശുവിന്റെ ഒരു വംശാവലിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. Brother and sister, what kind of step we will take? ഇവിടെ ആയിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഏത് തരത്തിലുള്ള കാലടികളെയാണ് വെക്കുന്നത്? Some of our forefathers back in Kerala, they have taken bold step regardless of the community pressure. സാമൂഹിക പ്രശ്നങ്ങളെ നോക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് ദൈവത്തിന് വേണ്ടി കാലടികൾ എടുത്തു വെച്ചില്ലേ? That's why a second and third generation now are preaching the revival gospel all over the world, because some of them took a step over the Lord. അതുകൊണ്ടാണ് 2-3 തലമുറകളായിരിക്കും ഇപ്പോഴും ഉണർവിന്റെ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. If we take a step, we have a hope that our generation will be standing for the glory of God. ദൈവത്തിന് വേണ്ടി ഒരു കാലടി ഇന്ന് പ്രഭാതത്തിൽ വെക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് വേണ്ടിയുള്ള തലമുറകൾ ദൈവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുവാൻ ദൈവം ഒരുക്കിയെടുക്കും. Amen. These 2 people coming together. ഈ 2 പേരും ഒരുമിച്ച് കടന്നു വരുന്ന അവസ്ഥ. Jonathan saw something very common in David. ഇതിൽ കൂടെയുള്ള എന്തോ ഒന്ന് കോമൺ ആയിട്ട് ഈ ദാവീദിനെ യോനാഥൻ കാണുന്നു. We know that Jonathan really loved the Lord. ഈ യോനാഥൻ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നു. Jonathan trusted in the Lord. ഈ ദൈവത്തിൽ ആഴമായി ട്രസ്റ്റ് ചെയ്ത യോനാഥൻ, and he realized that this young boy David is the same way. ഈ ദാവീദ് ആയിരിക്കുന്ന ഈ യൗവനക്കാരനെ ദാവീദിനും അതേ വിശ്വാസം യോനാഥൻ കാണുന്നു. So they got connected. അങ്ങനെ അവർ തമ്മിൽ ഒരു കണക്ഷൻ, ഒരു സഖ്യത ഉണ്ടാകുന്നു. Brother and sister, this is the reason some people got connected. അതുകൊണ്ടാണ് ചിലർ തമ്മിൽ സഖ്യത ഉണ്ടാകുന്നത്.
സഹോദര സഹോദരി, We might wonder why so and so is so together. ഒരുപക്ഷേ നിങ്ങൾ കാണും എന്തുകൊണ്ട് ഈ വ്യക്തികൾ തമ്മിൽ They ഇത്രമാത്രം have സഖ്യത. nothing against you, but there is some bonding between them because there is some common in them. എന്തോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതി അവരുടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ ഒരുമിച്ച് സഖ്യതയോട് മുന്നോട്ടോടുന്നത്. Sometimes you might say, Pastor, what kind of thing I should take? ഞാൻ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് ഒരു ശുശ്രൂഷ It may not be so big like any one of them. മറ്റുള്ളവരോട് വലിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പോലെ വലിയതൊന്നും ആയിരിക്കത്തില്ല. Brother and sister, sometimes taking a simple step standing for the truth. ഓ സത്യത്തിന് വേണ്ടി എടുക്കുന്ന ഒരു ചെറു വിരൽ പോലും Sometimes standing for a person to give a support for somebody. ഓ എന്തിനു വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു സഹായം ചെയ്യുമ്പോഴും Simple steps we can take. ഓ ചില ചെറിയ അടികൾ സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാം. That will connect with somebody. അത് ഒരു പക്ഷെ അവരോടുള്ള ഒരു ചെറിയ സാധാരണ സഖ്യതയായി മാറുകയാണ്. Those kind of people come together, lot can be accomplished. അങ്ങനെയുള്ള ബന്ധങ്ങൾ വളർന്നു വരുമ്പോൾ വലിയ വൻ കാര്യങ്ങൾ ദൈവം അവരിൽ കൂടി ചെയ്തെടുക്കും. And I want to point out another thing from their മറ്റൊരു life. കാര്യം കൂടി ഞാൻ ഇതിനകത്തൂടെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. We don't need to have 99% of everything common for us to be connected. ഓ രണ്ട് വ്യക്തികൾ തമ്മിൽ സഖ്യത ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ച് ബന്ധമുടലെടുക്കണമെങ്കിൽ 99% ശരിയാകണമെന്നില്ല. We are flawed people. Let me show you some example from their life. ഇതിനകത്ത് നിന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാം. Jonathan is much older than David. ദാവീദിനെക്കാട്ടിൽ പ്രായം കൂടിയ ഒരുവനാണ് യോനാഥാൻ. Bible scholars says at least 10 to 15 years older. 10-15 വർഷം പ്രായം കൂടിയവനാണ് So there is യോനാഥാൻ. an age difference between them. ഓ ഇവിടെ പ്രായത്തിന് വ്യത്യാസം വ്യക്തമായി കാണുന്നു. Jonathan is the son of a king. ഒരു രാജാവിന്റെ മകനാണ് യോനാഥാൻ. He is a royal inheritance. ഒരു രാജകീയ വംശാവലിയിൽ He ഉടലെടുത്തവനാണ്. lives in the palace. അവൻ രാജകീയ He കൊട്ടാരത്തിലായിരിക്കുന്നവൻ. grew up there. അവിടെ വളർന്നവന്. David is a farm boy. ഓ ഒരു കർഷകന്റെ കുഞ്ഞായി He is വളർന്നവൻ. only a shepherd. ദാവീദ് ഒരു ഷെപ്പേർഡായി വളർന്നവന്. He has nothing pompous to compare with Jonathan. യോനാഥാനോട് കമ്പയർ ചെയ്യുവാൻ തക്കവണ്ണം ദാവീദിന്റെ പക്കൽ ഒന്നുമേ ഇല്ല. But what attracted Jonathan to be knitted with എന്നാൽ David? എന്തുകൊണ്ടാണ് യോനാഥാന് ഏത് കാരണത്തിലാണ് യോനാഥാൻ അവന്റെ Brother and sister, we don't have to have so many things to be in agreement. ഓ മറ്റുള്ളവരോട് ഇടയിൽ സുഹൃത്ത് ചേരുവാൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണമെന്നില്ല. But they got one thing common. എന്നാൽ ഒരു കാര്യം കോമൺ ആയിട്ട് അവരുടെ ഇടയിൽ They both realized a common purpose. ഓ അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം കോമൺ, ആ ലക്ഷ്യം അവർ മനസ്സിലാക്കി. They knew that their goals are the same. അവരുടെ ലക്ഷ്യം, അവരുടെ ഉത്തമമായ ലക്ഷ്യം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. I will come to that one and I prove it to you this morning. അതിലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളോട് അത് തെളിവായി പറഞ്ഞു തരാം. So Jonathan made a covenant with David. ദാവീദുമായിട്ട് ഒരു സഖ്യത യോനാഥാൻ ചെയ്തെടുക്കുന്നു. And then it says he gave his robe to David. തന്റെ മേലങ്കി, യോനാഥാന്റെ മേലങ്കി ദാവീദിന് And കൊടുക്കുന്നു. his sword and his belt and everything. അവൻ തന്റെ വാളും വില്ലും മരക്കച്ചയും ദാവീദിന് എടുത്തു കൊടുക്കുന്നു. It is not a simple thing. അതൊരു സാധാരണ കാര്യമായിട്ട് എടുക്കരുത്. It is symbolically he is saying it to that one that I acknowledge that you are going to be the king. അവൻ പിന്നീട് നീ ഒരു രാജാവായി മാറുമെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് അവൻ പ്രതീകാത്മകമായി അത് ചെയ്യുന്നത്. Jonathan knew the destiny of David. ഓ ദാവീദിന്റെ ഭാവിയെ തിരിച്ചറിയുന്നത് യോനാഥാന്. Jonathan know that I am not going to be competing with the royal inheritance. ഓ ഈ രാജകീയ വംശവലി വെച്ചുകൊണ്ട് ഞാൻ ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ മത്സരിക്കാൻ കഴിയത്തില്ല. He said I want to become a partner in the mission. ഓ അവന്റെ ലക്ഷ്യത്തിന് മുമ്പിൽ ഒരു പങ്കാളിയാകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യോനാഥാൻ പറയുന്നു. When this came this portion I kind of stopped it and thought so much about it. ഈ ഭാഗത്തിൽ വന്നപ്പോൾ ഞാൻ എവിടെ നിന്ന് നിർത്തി, ഞാൻ ഒത്തിരി എന്റെ ധ്യാനത്തിൽ ഞാൻ ഒത്തിരി ധ്യാനിച്ചു. Brother and sister, this was a simple message, but I can honestly tell you that I spent probably 12-15 hours in this message. ഒരു പക്ഷേ ഞാൻ 10-12-15 മണിക്കൂർ ഞാൻ ഈ പോർഷനിൽ നിന്ന് ഒത്തിരി ധ്യാനിച്ചു. Not because I wanted to get some new information. എന്തെങ്കിലും പുതിയ അറിവ് നേടുവാൻ തക്കവണ്ണമല്ല ഞാൻ ഇതിനകത്തുകൂടി കടന്നുപോയത്. But I began to put myself in each position. ഞാൻ ഈ ഓരോ സ്ഥാനത്തും എന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചിന്തിച്ചത്. And I said, Lord, what is this Jonathan doing? Is remarkable. If I am in that place,
would I do that? ആമേൻ. യോനാഥാൻ ഈ സമയത്ത് ഈ സ്ഥലത്ത് ഈ ചെയ്തത് വളരെയധികം റിമാർക്കബിളായിട്ട് അർഹിക്കുന്നതായിട്ട് റിമാർക്കബിളായിട്ടൊന്നാണ്. എന്നാൽ ഞാനായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് ഞാൻ ഇത് ചെയ്യുമായിരുന്നു. Such an unselfish love. ആമേൻ. നിസ്വാർത്ഥമായ ഒരു സ്നേഹത്തിന്റെ ഉടമയായി കാണിക്കുന്നു. He is in line to be the next king. ആമേൻ. അടുത്ത രാജാവായി വാഴേണ്ടുന്ന ഒരു വ്യക്തി. But God, he knew that God rejected his father and his lineage. ആമേൻ. തന്റെ വംശാവലിയെ തന്റെ ദൈവ സർവശക്തനായ ദൈവം തന്റെ പിതാവിനെ നിരസിച്ചതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി. And at that point he is not trying to fight for it. ഈ സമയത്ത് അവൻ വീണ്ടും അതിനെതിരെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ He was willing to accept David. മുമ്പിലായിരിക്കുന്ന ദാവീദിനെ സ്വീകരിക്കുവാൻ തയ്യാറുള്ള ഒരു മനസ്സായി നിൽക്കുന്ന യോനാഥാന്. Is there a David in our life that we can accept and embrace because there is a divine calling in that person? ആമേൻ. നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഒരു ദാവീദിനെ പോലെ ഒരു ദൈവിക വിളി അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവനെ ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ള മനസ്സുമായിട്ടാണോ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്? Or that person's divine anointment become a challenge for us? ആമേൻ. അവന്റെ മുമ്പിലുള്ള ആ ദൈവിക വിളി നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറുകയാണോ? We are together and we travel together, but can we embrace the divine calling in someone else even when it is difficult for us to accept? ഒരുമിച്ച് യാത്ര തുടർന്ന് ഒരുമിച്ച് മുമ്പോട്ട് ഓടുമ്പോൾ അവിടുത്തെ തന്റെ കൂടെയുള്ളവന്റെ മുമ്പിലെ വെല്ലുവിളി ദൈവിക വിളിയെ അനുസരിച്ച് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? Jonathan recognized the calling in the life of David. ദാവീദിന്റെ ജീവിതത്തിലുള്ള ദൈവിക വിളിയെ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ യോനാഥാൻ. He was willing to stand with the plan of God and trusted what God is doing the right thing. ആമേൻ. ദൈവം എന്ത് റൈറ്റ് ആയിട്ട് ചെയ്യുന്നതെന്നുള്ളത് അതിനനുസരിച്ച് യോനാഥാൻ അവിടെ ആ വിശ്വാസത്തോടെ അവൻ അവിടെ നിൽക്കുന്നു. And I prayed, Lord, help me to be like a Jonathan who will celebrate what God is doing through other people. മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരിൽ കൂടി ചെയ്തെടുക്കുന്നത് കണ്ടിട്ട് ഒരു യോനാഥനെ പോലെ കൂടെ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. Visible tokens, like he gave his robe, that means the robe for the kingly robe, he handed that over to David. ആമേൻ. കാഴ്ചയാൽ നാം കാണുന്നത് തന്റെയിലായിരിക്കുന്ന ആ മേലങ്കിയാണ് അവിടെ ഊരി കൊടുത്ത് ദാവീദിന് കൊടുക്കുന്നതായി നാം കാണുന്നത്. I may not have anything similar to give it to somebody else, എനിക്കൊരു പക്ഷേ കാഴ്ചയിൽ അങ്ങനെയുള്ളത് ചിലത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. but I can embrace the ministry of somebody. It could be with a word of support or a handwritten note or something that we can give it to the person to recognize the calling in the person. ഒരു പക്ഷേ അവനെ ആ ഊർജ്ജസ്വലതയിലേക്ക് കൊണ്ടുവരുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കാം, ഒരു എഴുത്തായിരിക്കാം, അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ അതായിരിക്കാം ഒരു പക്ഷേ എന്നിൽ നിന്ന്. It might be a simple handshake. ഒരു പക്ഷേ ഒരു കൈ കൊടുത്തായിരിക്കാം അവനെ. It could be a public endorsement. മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ ഉയർത്തി കാണിക്കുന്ന രീതിയിലായിരിക്കാം. But someone else's anointing, someone else's calling should never be a competition for us. ഒരിക്കലും മറ്റുള്ളവന്റെ കൂടെ നിൽക്കുന്നവന്റെ ദൈവിക വിളി ഒരിക്കലും നമ്മുടെ ആ ജീവിതത്തിൽ ഒരു പോരാട്ടമായി അത് എടുക്കരുത്. We need to learn to celebrate God's work and not worry about our promotions. നമ്മുടെ ഉയർച്ചയല്ല ദൈവത്തിന് കൊടുത്തിരിക്കുന്ന മറ്റുള്ളവരുടെ ഉന്നമനം അവന്റെ ദൈവിക വിളിയെ കണ്ടിട്ട് നമ്മൾ സന്തോഷത്തോടെ മുമ്പോട്ട് A true child of God rejoices when God exalts another. Even that means I get lesser and lesser. നമുക്ക് കുറവാണെങ്കിൽ പോലും മറ്റുള്ള വ്യക്തിയുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുന്നത്. You see why I was struggling with this one. Even I myself, a human being, sometimes struggle with this kind of things. This is an area that we need to have a power to overcome. ഈ ഒരു പക്ഷേ ഒരു മാനസികമായ രീതിയിൽ പലപ്പോഴും ഞാനും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ഏരിയയാണ്. ഈ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഇതിനെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് വേണ്ടത്. I always stand up here and say that I used to believe that Satan was the greatest enemy. ഞാൻ പലപ്പോഴും സാത്താനാണ് ഏറ്റവും വലിയ ശത്രു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു But കാലഘട്ടം. I don't believe that anymore. ഞാൻ അതങ്ങനെ
ഇനി ഞാൻ അങ്ങോട്ട് ഞാൻ വിശ്വസിക്കത്തില്ല. Amen. For quite some time, I changed my mind, and I know those who here online might come after me, but I strongly believe the greatest enemy of me is my flesh. ആമേൻ. ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവരായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, ഓൺലൈനിൽ കൂടി കേൾക്കുന്നവര്, സാത്താനല്ല നമ്മുടെ ശത്രു, നമ്മുടേതായ ജഡീക സ്വഭാവമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because if it is a Satan, I can take the authority and plead in the blood of Christ and rebuke Satan, and he will have to go. But I cannot do that to my flesh. എന്നാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന സാത്താന്റെ ശത്രുവിന്റെ തന്ത്രങ്ങളെ യേശുവിന്റെ രക്തത്തിൽ ശാസിച്ച് നമുക്ക് മുമ്പോട്ട് ഓടുവാൻ കഴിയും. എന്നാൽ എന്റെ ജഡീക സ്വഭാവം എന്റെ ശത്രുവായി നിന്ന് കഴിഞ്ഞാൽ, Amen. Apostle Paul said the only way is to, Amen, maripigia, Amen, intentionally kill it. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ജഡീക സ്വഭാവങ്ങളെ മരിപ്പിക്കണം എന്നാണ് വ്യക്തമായി വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നത്. That won't happen by just a simple words. ഒരു വാക്കുകൊണ്ടോ ഒരു വചനം കൊണ്ടോ അതൊരിക്കലും നടക്കത്തില്ല. Here we say Jonathan loved David as he loved himself. താൻ തന്നെ സ്നേഹിച്ചതുപോലെ യോനാഥൻ ദാവീദിനെ സ്നേഹിച്ചിരുന്നു എന്ന് വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു. What a revelation that, because isn't it that Jesus said the second law, the whole of second part of the commandment boiled down to one thing and said love your neighbor as yourself. ആമേൻ. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ കൽപ്പനകളെ ഒന്നിച്ചു ചേർത്തെടുക്കുമ്പോൾ രണ്ടാമതായി പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. He was able to do that. അത് തന്നെ ചെയ്യുവാൻ തക്കവണ്ണം യോനാഥന് കഴിഞ്ഞില്ലേ? He expressed that, he demonstrated it. അത് അവന് കാഴ്ചയാൽ കൊണ്ടുവന്നില്ലേ? Brothers and sisters, one thing to understand that who will be the next king that needed to be settled in their heart before they can love each other that way. ആമേൻ. അങ്ങനെ ആരാണ് അടുത്ത ഒരു രാജാവ്, ഒരു സെറ്റിൽ സഖ്യത ഉണ്ടാകുന്ന ആരാണ് ഒരു രാജാവ് എന്നുള്ള ഒരു ചിന്ത അവിടെ. അതിനെ കുറിച്ച് ആരാണ് അടുത്ത രാജാവ് എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ തീരുമാനമായെങ്കിൽ മാത്രമേ അവരുടെ ആത്മാക്കൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റത്തുള്ളൂ. Hallelujah. Their souls can be knit together only after there is a resolution who will be the next king. ആമേൻ. ആരടുത്ത രാജാവാകും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഒരു തീരുമാനിച്ചെങ്കിൽ മാത്രമേ മുമ്പോട്ട് ഓടുവാൻ കഴിയത്തുള്ളായിരുന്നു. And Jonathan decided. യോനാഥൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനിച്ചു. David is going to be the next king. ആയിരിക്കും, തന്റെ അടുത്തായിരിക്കുന്ന ദാവീദാണ് അടുത്ത രാജാവ്. Amen. Hallelujah. Because there is no competition for the throne of Israel. ഇസ്രായേലിന്റെ രാജത്വത്തിന് രാജകീയ പദവിക്ക് വേണ്ടി ഒരു പോരാട്ടം ഇനി ഇല്ല എന്ന് തീരുമാനിക്കുന്നു. Because they loved the Lord a lot more. And look at the rest of the thing. Jonathan loved the Lord and loved David, and because of that one he was able to settle the issue. യോനാഥൻ ദൈവത്തെ കർത്താവിനെ സ്നേഹിച്ചു, ദാവീദിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സഖ്യത്തിലേക്ക് യോനാഥൻ കടന്നു വരുന്നത്. This is where we need to come sometime. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോട്ട് ഇതിലേക്കാണ്, ഈ സ്വഭാവത്തിലേക്കാണ് നാം. When we love our Lord Jesus Christ more than anything else, when we love the body of Jesus more than anything else, then many of our priorities can be put to the second, and we will be able to resolve most of issues. ആമേൻ. നമ്മൾ ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നു എങ്കിൽ, ആ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പ്രാധാന്യമായിട്ട് രണ്ടാമതാക്കി മാറ്റിയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഓടാൻ കഴിയത്തുള്ളൂ. And Jonathan gave all of his armor and the royal robe and everything to David. ആമേൻ. യോനാഥന്റെ കയ്യിലുണ്ടായിരുന്ന മേലങ്കി ആയിക്കോട്ടെ, വാളായിക്കോട്ടെ, കുന്തമായിക്കോട്ടെ എല്ലാം അവൻ ദാവീദിന് വേണ്ടി I was surprised that David accepted it. ദാവീദ് അത് കൊടുത്ത ഉടനെ സ്വീകരിച്ചത് എന്നെ അത്ഭുതകരമായി കാണുന്നു. Because he knew the symbol of that. ആമേൻ. ആ സിംബൽ, ആ അടയാളം, അവൻ തിരിച്ചറിയുന്നു. But remember the previous chapter, Saul gave all of his gadgets and all of his the things and gave it to David and said, take it. But what did David say? No, I don't need any of ആമേൻ. ദാവീദ് എന്നാൽ ഫിലിസ്തീനെ പോരാടുവാൻ തക്കൊണ്ട് വന്നപ്പോൾ ശൗൽ തന്റെ ഉള്ളിലുള്ള മോനെ എടുക്ക എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുന്നത് എനിക്കിതൊന്നും എടുക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. He didn't want the attire of the ungodly, but when someone else that loved him so much and when he handed over it, he said, I will take it. ആമേൻ. അഭക്തനായ ഒരുവന്റെ ആയുധം
ആയുധമല്ല എടുക്കുന്നത്, ദൈവത്തെ ഭക്തിയോടെ നോക്കുന്ന ഒരുവന്റെ വസ്ത്രമാണ് ഞാൻ എടുക്കാമെന്ന് ദാവീദ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത്. So much interpretation you can learn from that one. ആമേൻ. ഈ സന്ദർഭത്തിൽ നിന്ന് പലതരം വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. Amen. Unless our hearts are knitted together, sometimes we don't need somebody something. ആമേൻ. ഹൃദയങ്ങൾ ഒരുമിച്ച് പോയില്ല എങ്കിൽ മറ്റൊരുവന്റെ സാധനം എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. Amen. We need something from somebody only when there is a bonding. ഓ, മനസ്സുമായി ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ സാധനങ്ങൾ നമുക്കും എടുക്കുവാൻ കഴിയത്തുള്ളൂ. And let's go very quickly, and all of a sudden things are going. So now we know that David got the robes, Jonathan loved him, and all of those things are looking very good at this point. ഇവിടെ നോക്കുമ്പോൾ യോനാഥാൻ തന്റെ വസ്ത്രം കൊടുക്കുന്നു. വളരെ അന്യോന്യം അവർ വളരെ സ്നേഹത്തോടു കൂടി കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് നാം കാണുന്നത്. Verse 6 to 9 things begin to change. 6-ാം വാക്യം തൊട്ട് 9-ാം വാക്യം വരെ എല്ലാം മാറി മറിയുന്നത് കാണുന്നു. And I want you to come with me quickly. I will finish very quickly, so don't be sleepy. ആരും ഉറങ്ങരുത്, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എന്റെ ദൂത് ഞാൻ അവസാനിപ്പിക്കും. Amen. David returned from the battle after the taking Goliath down. He was coming down. ആ ഗോലിയാത്തിനെ താഴെയിട്ടതിനു ശേഷം ദാവീദ് അവിടുന്ന് മടങ്ങി വരുന്നതായി കാണുന്നു. And all of a sudden the women of the country began to sing a song. ആ രാജ്യത്തിന്റെ സ്ത്രീകൾ ഇങ്ങനെ പാടുവാൻ തുടങ്ങി. There is a victory parade there that the women using tambourines and things like that they sang. ആമേൻ. അവിടെ ആയിരിക്കുന്ന സ്ത്രീ ജനങ്ങൾ ആ ജയോത്സവത്തെ കണ്ടിട്ട് ഇങ്ങനെ പാടുവാൻ തുടങ്ങി. Celebrators singing praises. They said David Saul killed 1,000 but David killed 10,000. ആമേൻ. ഇങ്ങനെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. But literally that was not the truth, because they were just singing a song. That's all it is. To kind of slightly exaggerating the situation, they just want to give some praise to what happened. ആമേൻ. സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ പോലും, സത്യാവസ്ഥ അതല്ലെങ്കിൽ പോലും ആ സാഹചര്യത്തെ ഒന്ന് ഉയർത്തി കാണിക്കുന്നു. Because we don't see that David killing 10,000 people over there. അവിടെ 10,000 കൊന്നതായിട്ട് നാം കാണുന്നില്ലല്ലോ. We don't see Saul killing anybody there. ശൗൽ ആരെങ്കിലും കൊന്നോ എന്ന് പോലും നമുക്ക് അവിടെ കാണുന്നില്ലല്ലോ. But they were just singing and giving glory and having a dance party and enjoying in the victory. അവര് അവരെ ഗാനപ്രതിഗാനമായി അവരൊന്ന് പാടി ആ സാഹചര്യത്തെ ഒന്ന് പാടി ഏറ്റെടുക്കുകയായിരുന്നു. And the music faded and the women went home. Everybody had a good time, and they thought everything is glorious, but one person is not happy. എന്നാൽ അവിടെ എല്ലാം വാദ്യാഘോഷങ്ങളെല്ലാം കഴിഞ്ഞു, അവരെല്ലാം സ്ത്രീകളെല്ലാം വീട്ടിൽ പോയി, എല്ലാം നന്നായി എന്നുള്ളൊരു ചിന്തയോടെ മടങ്ങിപ്പോകുമ്പോൾ മറ്റൊരു വ്യക്തി മാത്രം കോപത്തിൽ. There is doomness and gloomness in the heart of Saul. ഓ, ശൗലിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു മങ്ങലേൽപ്പിക്കുന്ന ഒരു അവസ്ഥ കടന്നു വരുന്നു. And he all of a sudden began to get very upset about the situation. ആ സാഹചര്യത്തെ അറിഞ്ഞ് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സ് ഇടിയുന്നതായി നാം He കാണുന്നു. said, why are the people praising, and if this is the way it's going, even in the kingdom is going to go to him. ഈ സാഹചര്യത്തിലാണെങ്കിൽ പോകുന്നതെങ്കിൽ പോലെ എന്റെ രാജ്യം പോലെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ. But he is a fool, because God already told him that you are not going to get the kingdom. ആമേൻ. ഭോഷനായ ഒരുവനെ പോലെ സംസാരിക്കുന്ന ശൗലിനെ നോക്കി, ശൗലിന് മുമ്പിൽ നിന്ന് രാജ്യത്വം ദൈവം ഓൾറെഡി എടുത്തു കളഞ്ഞതല്ലേ. But I am just beginning to read the verses always in that verse 12 we read like this. ഇങ്ങനെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. Saul was afraid of David, and because of the Lord who was with him, but the Lord had departed from Saul. ആമേൻ. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. Verse 9 we read, Saul looked at David with a suspicion and jealousy from that day forward. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയെന്ന് 9-ാം വാക്യം വായിക്കുന്നു. You see, he should have celebrated the victory. ആമേൻ. ആ ജയത്തെ കണ്ടിട്ട് ആഘോഷത്തോടെ നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ലേ. But all of a sudden he began to entertain jealousy in his heart. പെട്ടെന്ന് തന്നെ തന്റെ ഉള്ളിൽ അസൂയ വളർന്നു വരുവാൻ തുടങ്ങി. And I quickly paraphrase some of the story afterwards. So when he got filled with jealousy, he is thinking differently. ആമേൻ. അവന്റെ ഉള്ളിൽ അസൂയ കൊണ്ട് നിറഞ്ഞപ്പോഴാണ് മറ്റെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുവാൻ തുടങ്ങി. He wanted to get rid of David. ആ ദാവീദിനെ അവിടെ നിന്ന് മാറ്റിക്കളയുവാൻ തക്കണോ ചിന്തിക്കുന്നു. So he
beginning to think of certain plans. ചില കാര്യങ്ങളൊക്കെ തന്റെ ഉള്ളിൽ ചിന്തിക്കുവാൻ തുടങ്ങി. And he invited David for a feast, and then all of a sudden threw the spear at him twice. സദ്യക്ക് വേണ്ടി അവനെ വിളിച്ചിട്ട് 2 പ്രാവശ്യം അവന്റെ നേരെ കുന്തം എറിഞ്ഞു. But both of the time David escaped. ദാവീദ് 2 പ്രാവശ്യവും രക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നു. And then if that wasn't working, he said, you know what, there is another way to do it. I have my older daughter Merab. If I marry her to him, she will convince and change him and make him nobody. ആമേൻ. തന്റെ മൂത്ത മകളായ മേരബുണ്ട്, അവൾ അവന്റെ മനസ്സ് മാറ്റി അവനെ മാറ്റുമെന്ന് പറഞ്ഞു. And David refused it. അതും ദാവീദ് നിരസിച്ചു. After that Saul decided to give the second daughter Michal to him. രണ്ടാമതായി തന്റെ രണ്ടാമത്തെ മകളായ മീഖള് എന്നെ ഭാര്യയായി കൊടുക്കുവാൻ ശൗൽ And the intention was that he asked for a dowry of the foreskins of 100 Philistines, and the idea was that when he go over there to do that one, the Philistines will kill him, and that way we can get rid of him. ഫിലിസ്തീനായി കൊല്ലപ്പെടുവാൻ തക്കവണ്ണം 100 പേരുടെ അഗ്രചർമ്മം കൊണ്ടുവരുവാൻ തക്കവണ്ണം ശൗൽ ദാവീദിനോട് പറയുന്നു. That also, you know, he did all of that. അതും ദാവീദ് ചെയ്തെടുക്കുന്നത് കാണാം. But none of that thing worked. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉപായങ്ങളൊന്നും വർക്ക് ചെയ്തില്ല. So then he gave him a very high promotion, so that he will be the captain and go in front and be killed by the Philistines. എന്നാൽ അതിലും ഉപരിയായിട്ട് മൂന്നാമതായിട്ട് വളരെ ഉയർന്ന പദവി കൊടുത്തിട്ട് അങ്ങനെ ഫിലിസ്തീയരാൽ കൊല്ലപ്പെടുമെന്നുള്ളൊരു ചിന്ത ഇവൻ ശൗലിന്റെ. Brother and sister, what am I trying to tell? ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ തിരിച്ചറിയുക. Look at the nature. A person is declining and declining. ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തിന്റെ അധപ്പതനമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. He was chosen by God. He was anointed by God. He was prophesying in the presence of God. He had everything from God. ആമേൻ. ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അഭിഷേകത്താൽ നിറയപ്പെട്ട വ്യക്തി, ദൈവത്താൽ പ്രവചിക്കപ്പെട്ട് അവന് ദൈവത്താൽ എല്ലാം അവന്റെ ജീവിതത്തിൽ വന്നതല്ലേ. But then he began to decline. എന്നാൽ അവിടെ നിന്ന് അവന്റെ ജീവിതം താഴേക്ക് പോകാൻ തോന്നുന്നു. Now at this point he is trying to kill somebody with whatever the way he can. തന്റെ മുമ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഏത് ഉപായത്തിലും കൊല്ലുവാൻ തക്കവണ്ണം ഒരുക്കമായി നിൽക്കുന്ന ഒരു ശൗലിന്റെ പ്രകൃതിയല്ലേ നാം കാണുന്നത്. Just because the people were praising David. ദാവീദിനെ നോക്കി സ്ത്രീജനങ്ങൾ ഇങ്ങനെ ഉയർന്നു പാടിയത് കൊണ്ടല്ലേ. And young people and brothers and sisters, I want to stay a few minutes over there and want to say, how do we deal with the praises? ആമേൻ. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരെ, മുതിർന്നവരായിരിക്കുന്നവരെ എങ്ങനെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ. Two people were praised over there. അവിടെ 2 പേര് they praised David and they praised Saul. 2 പേര് ദാവീദും ശൗലിനെയും അവര് മഹത്വം. Now look at David. How did David take this praise? എന്നാൽ ഈ മഹത്വത്തെ എങ്ങനെ ദാവീദ് കൈക്കൊണ്ടെന്ന് നോക്കിയേ. David is not changing himself. He doesn't think differently. He is no different from what he was before. അവൻ എന്തായിരുന്നുവോ അതിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സ്വഭാവവുമായിട്ടല്ലേ ദാവീദ് അപ്പോഴും നിൽക്കുന്നത്. The reason I think this way, that you remember he killed a lion and a bear when they were trying to attack the sheep. ആമേൻ. തന്റെ മുമ്പിലായിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ കഴിക്കുന്ന സിംഹത്തെയും കരടിയെയും കൊന്നപ്പോൾ the sheep didn't have a victory parade and the sheep didn't sing a song praising David. അവന്റെ മുമ്പിലായിരിക്കുന്ന ആട്ടിൻകൂട്ടം അവന് വേണ്ടി ധ്വനിയോ ജയഘോഷം ഒന്നും മുഴക്കിയായി കാണുന്നില്ല. He didn't get any recognition there. അവനെ ഒന്ന് തിരിച്ചറിയാൻ തൊക്കെ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നില്ലേ ആ സമയത്ത്. But he did that for the care of his sheep. ആമേൻ. എന്നാ ചെയ്തപ്പോൾ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി അല്ലേ അവൻ ചെയ്തത്. That is what the heart of David is. അതാണ് ദാവീദിന്റെ ഹൃദയം എന്ന് പറയുന്നത്. So even now when he received the praise, he has the heart of a shepherd. He is not changing it. ഇപ്പോഴും അവൻ ഒരു മഹത്വം കിട്ടുമ്പോൾ ഇപ്പോഴും ഒരു ആട്ടിടയന്റെ ഒരു ഹൃദയം പോലെയാണ് ദാവീദ് അവിടെ ആയിരിക്കുന്നത്. But the moment that Saul heard it, he changed it. എന്നാൽ ഇത് കേട്ടപ്പോൾ ശൗലിന്റെ ഹൃദയത്തിന് ഒരു മാറ്റം വരുന്നുണ്ട്. I want us to read Proverbs chapter 27 verse 21. സദൃശവാക്യങ്ങൾ 27:21 കടന്നു വരുമ്പോൾ there is a verse we read like verse 21. We read, the refining pot is for silver and the furnace for gold,
to separate the impurities of the metal. ആമേൻ. വെള്ളിക്ക് പുടവും പൊന്നിനും മൂശയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ. It's a crucible, it's a furnace to test the impurities of the metal. മെറ്റൽസ് ഒക്കെ ആഭരണങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ശോധന ചെയ്യണമെങ്കിൽ അത് ഫർണസിൽ കൂടി, തീയിൽ കൂടി കടത്തിവിടുന്നു. Solomon is saying the test of a person is a praise. എന്നാൽ ഒരു മനുഷ്യനെ ശോധന ചെയ്യുന്നതെങ്കിൽ അവനെ പ്രശംസയിൽ കൂടി കടത്തിവിടണമെന്ന് ശലോമോൻ വിളിച്ചു പറയുന്നു. How it says that, and each tested by the praise given to him and his response to it, whether humble or proud. ആമേൻ. 22-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ how do we respond to എങ്ങനെയാണ് ഈ പ്രശംസയിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നതെന്ന് നാം കാണുന്നു. If the praise humbles us, then God is going to use നമ്മുടെ us. മുമ്പിലായിരിക്കുന്ന പ്രശംസ നമ്മളെ വീണ്ടും ഒരു താഴ്മയുടെ അവസ്ഥയിൽ കൊണ്ടുവരുവാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തുടങ്ങും. I learned 2 things from this portion. 2 കാര്യങ്ങളാണ് ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് പഠിച്ചത്. Number 1, I never need to be worried about the praise people whether give it to me or somebody else. എനിക്കോ മറ്റൊരു വ്യക്തിക്കോ പ്രശംസ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ ബോധർ ചെയ്യേണ്ട, ശല്യമാകേണ്ട We കാര്യമില്ല. can be happy about it, but we should never dwell and get worked up about, especially when other person get elevated or they get praises. ആമേൻ. എൻ്റെ മുമ്പിലായി മറ്റുള്ളവർക്കൊന്ന് ഉയർച്ചയുടെ അവസ്ഥയിലേക്ക്, പ്രശംസയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി ഓർത്തി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ If തീരുമാനിക്കുന്നു. somebody praise me, I should never have a arrogant or a pride in me. ഒരുവൻ എന്നെ പറ്റി പ്രശംസിക്കുമ്പോൾ അതിനെ ഓർത്തൊരു ദുരഭിമാനമോ ഒരു അഹംഭാവമോ ഉണ്ടാകുവാൻ സാധ്യമാകരുത്. When do jealousy come into our heart? എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അസൂയ കടന്നു വരുന്നത്? When we are not satisfied and content with what God has given to us. നമുക്ക് ദൈവം തന്നതിനെ പറ്റി സംതൃപ്തിയോടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് അസൂയ കടന്നു വരുന്നത്. God has blessed us so much, and when we are not satisfied in what God has given to us, and when we worry about what God gave it to somebody else, that dissatisfaction leads to jealousy. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെ കണ്ട് സന്തോഷമായി നിൽക്കാതെ മറ്റുള്ളവന്റെ അനുഗ്രഹത്തെ നോക്കി നമ്മൾ അസൂയയോടെ പോകുന്ന ഒരു അവസ്ഥ. That jealousy will expose the deep state of our heart. നമ്മുടെ ഹൃദയത്തിന്റെ ആഴമായ അവസ്ഥയാണ് അസൂയയിൽ കൂടി പുറത്തേക്ക് So വരുന്നത്. loved himself and only his things. He came to the point that he and his thing, that's the only thing matters. ഇവിടെ ആയിരിക്കുന്ന ശൗലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവനെ തന്നെ സ്നേഹിച്ച അവന്റെ ഉന്നമനത്തിന് വേണ്ടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി. But his son Jonathan on the other side, not worrying about himself. He loved David and he loved God and said everything else will have to go along with it. എന്നാൽ യോനാഥന്റെ പ്രകൃതി നോക്കുമ്പോൾ, സ്വഭാവം നോക്കുമ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ദാവീദിനെ സ്നേഹിക്കുന്ന വ്യക്തി, അതിന് മുൻഗണന കൊടുത്തു മുമ്പോട്ട് പോകുന്ന ഒരു യോനാഥനെയാണ് കാണുന്നത്. When others praise others, when others get more success than others, when others become better than ours, we should have a heart of rejoicing. മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി നോക്കുമ്പോൾ അവരെ കണ്ടിട്ട് നമ്മുടെ ഹൃദയവും അത് കണ്ടിട്ട് സന്തോഷിക്കുക വേണ്ടുന്നത്. Amen. That's exactly the lesson we learned from John the Baptist. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ജോൺ ദ ബാപ്റ്റിസ്റ്റിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. One day the disciples of John the Baptist rushed to him and said, Rabbi, we're in a problem. ആമേൻ. അവന്റെ മുമ്പിലായിരിക്കുന്ന ശിഷ്യന്മാരെ, റബി, നമ്മളൊരു പ്രശ്നത്തിലായിരിക്കുന്നു എന്ന് പറയുന്നു. Remember the man that you called Jesus, that you testified? He is baptizing people over there. ആമേൻ. യേശുവിനെ പറ്റി അങ്ങ് സാക്ഷീകരിച്ചവന് അങ്ങേക്കാൾ ഉപരിയായി മറ്റുള്ളവൻ സ്ഥാനപ്പെടുത്തുന്നല്ലോ എന്ന് പറയുന്നു. And there is everybody is going to him. എല്ലാവരും അവന്റെ പിന്നാലെ പോകുന്നു എന്ന് പറയുന്നു. We are in trouble. നമ്മൾ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. He is getting bigger and better. അവിടെ വളരെയധികം പ്രശംസ, He is getting bigger crowd. അവിടെ വലിയ ജനക്കൂട്ടം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. We are becoming thinning. We becoming numbers less. നമ്മൾ എണ്ണപ്പെട്ടവരായി ചുരുക്കത്തിലായിരിക്കുന്നു എന്ന് പറയുന്നു.
And all of a sudden John replied. ഇങ്ങനെയാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്. Verse 27, John replied and said, a man can receive nothing. He can claim nothing at all unless it has been granted to him from the heaven. ഉയരത്തിൽ നിന്ന് ലഭിക്കാതെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള മനുഷ്യൻ ഒന്നും ലഭിക്കാൻ കഴിയത്തില്ല. And verse 30, the most famous verse, he said like this. 30-ാം വാക്യം ഏറ്റവും പ്രശംസമായി ഇങ്ങനെ വിളിച്ചു പറയുന്നു. He must increase in prominence, but I must decrease. ആമേൻ. അവനോ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറയുന്നു. I told you why I was struggling with this message. എന്തുകൊണ്ടാണ് ഈ ദൂത് കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രയാസത്തിലായിരുന്നു? So very easy to stand on the pulpit and to say this verse. ഒരു പ്രസംഗ വേദിയിൽ നിന്ന് ഈ മെസ്സേജ് ഇങ്ങനെ വിളിച്ചു പറയാൻ വളരെ ലഘുവായി But it is തോന്നുന്നു. very difficult to apply in personal life. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുവാൻ വളരെ പ്രയാസമാണ്. And that kind of a transformation is God is asking. അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ചേഞ്ച് ആണ് സ്വർഗ്ഗസ്ഥനായ ദൈവം That is the greatest deliverance in my opinion we need. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു ചേഞ്ച് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ I mean, every other deliverance is secondary, and we must come to this thing. We need to consider others greater. വിടുതലിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ ഈ ഒരു വിടുതലാണ് നമ്മുടെ ജീവിതത്തിൽ John the Baptist recognized that he is only a shadow. Jesus is the ministry. താൻ ഒരു നിഴലാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് യഥാർത്ഥ ശുശ്രൂഷ എന്ന ഞാൻ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. John then recognized that no, I don't have a kingdom anymore. I can fight all the fight I want, but I am not going to win. So it is better to partner with the one who has the calling and the anointing, and I want to join with him. അവിടെ ആയിരിക്കുന്ന യോനാഥാൻ പറയുന്നു, ഒരുപക്ഷെ എനിക്ക് യുദ്ധം ചെയ്യാം, എന്നാൽ അതിനൊക്കെ അവസാന അനന്തര ഫലം എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് ഉത്തമമെന്ന് യോനാഥാൻ തിരിച്ചറിയുന്നു. Verse 12 we read, and I want to quickly conclude. What do we read? Verse 12. 12-ാം വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, Now Saul was afraid of David. അവൻ ശൗൽ ദാവീദിനെ ഓർത്ത് ഭയപ്പെട്ടു. Because the Lord was with David. അവൻ യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുന്നു. Look at the spiritual pathetic declination of a believer. ഒരു വിശ്വാസിയുടെ ആത്മീയ പതനത്തിന്റെ യഥാർത്ഥ സ്വഭാവമല്ല ഇവിടെ വിളിച്ചു കാണിക്കുന്നത്. Because God is with my brother, God is with him, God is using him, God is empowering him. At that point onwards, I am afraid of him. എന്നാൽ തന്റെ കൂടെ ആയിരിക്കുന്ന സഹോദരനോട് കൂടി ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. And he recognized the God departed him. തന്നിൽ നിന്ന് യഹോവ ആത്മാവിനെ എടുത്തു കളഞ്ഞു എന്ന് ഓർത്തുകൊണ്ട്, What good it is to be the king of Israel. ആമേൻ. എന്ത് ഒരു ഇസ്രായേൽ രാജാവിന് എന്താണ് സംഭവിക്കുന്നത്? When God is not with him. ആ രാജാവിന്റെ മുമ്പിൽ യഹോവ ഇല്ലാതായി പോയല്ലോ. This is the condition that many people struggle these days. ഈ നാളുകളിലെ പലവരും സ്ട്രഗിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു This humble servant want to call out and say that many Amen, Malayali Pentecostal churches, so many people God has departed them. ആമേൻ. ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ, പ്രത്യേകമായി മലയാളി സമൂഹത്തിന്റെ പെന്തക്കോസ്ത് കൂട്ടത്തില് ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതായിരിക്കുന്ന പല സഭകളും ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭകൾ, വ്യക്തികൾ, ഇൻഡിവിജ്വൽ ഫാമിലീസ് ദൈവം അവരെ വിട്ടുപോയിട്ട് സമൂഹത്തിൽ അവരുടെ സ്ഥാനത്തിന്റെയും മാനത്തിന്റെയും പദവികളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് ആമേൻ അവർ മുന്നോട്ട് പോവുകയാണ്. അവർ മറ്റുള്ളവരെ ഭയപ്പെടുന്നതിന്റെ കാരണം അവരെ ദൈവം വിട്ടുപോയി. Hallelujah. God departed them. ആമേൻ. ആയിരിക്കുന്ന സമൂഹത്തിന്റെ വ്യക്തികളുടെ മുമ്പിൽ നിന്ന് യഹോവ വിട്ടുമാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. What is Saul is doing? എന്താണ് ശൗൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Every time when he recognized that one, ഈ കാര്യം എപ്പോഴൊക്കെയോ he is doubling down and he is really connive and really scheming another project. മറ്റൊരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൗലിനെയാണ്. Instead of falling at the feet of God and say, Lord, I am wrong, I want to come back to you. ഞാൻ തെറ്റു ചെയ്തു എന്ന മനസ്താപത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് പകരമായിട്ട്, Amen, he is fighting the fight. അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ ശൗലിൽ കൂടി കാണുന്നത്? He is losing the battle. ആ പോരാട്ടം തന്നിൽ നിന്ന് ലൂസ് ചെയ്യുവല്ലേ? God departed him. അവനിൽ നിന്ന് ദൈവം വിട്ടുമാറിയില്ലേ? God rejected him. ദൈവം അവനെ നിരസിച്ചില്ലേ? But instead of repenting
is keep on fighting. മനസ്താപത്തിന് പകരം മാനസാന്തരത്തിന് പകരം അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം കാണുന്നു. And look around the other side. മറ്റൊരു വശം നോക്കുമ്പോൾ David fought against the lion and the bear, I told you. ആമേൻ. ദാവീദ് സിംഹത്തിനെയും കരടിയെയും കൊന്ന ഒരവസ്ഥയായിരുന്നു. David fought against many Philistines. പല ഫിലിസ്ത്യർക്കെതിരെ യുദ്ധം ചെയ്ത ദാവീദ്. David fought against the Philistine Goliath when he came and defied the God. ദൈവത്തിനെ പരദൂഷണമായി എതിർത്തു വന്ന ഗോലിയാത്തിനെ കൊന്ന ദാവീദ്. Every single time when David went to fight with somebody, David won. അവൻ എവിടെയൊക്കെയാണ് ദാവീദ് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച് അവിടെയെല്ലാം ദാവീദ് വിജയമായല്ലേ മടങ്ങി വന്നത്. But this David is not willing to fight with Saul. എന്നാൽ ദാവീദ് തന്നെ ഈ ശൗലുമായിട്ട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ടില്ല. David know in his heart God is with him and he can wipe out the soul in a heartbeat. ആമേൻ. ദൈവം തന്നോട് കൂടെ ഉണ്ട്. ഒരു നിമിഷത്തിനുള്ളിൽ ശൗലിനെ തുടച്ചു നീക്കുവാൻ കഴിയുമെന്ന് ദാവീദിന് നന്നായി അറിയാം. To be precise, he has the calling, he is the anointing, prophet anointed him and he said you're going to be the king. So he has every right to kind of raise a hand against Saul. ദാവീദിന് ദൈവത്തിന്റെ വിളിയുണ്ട്, അഭിഷേകമുണ്ട്, രാജാവായി നിൽക്കേണ്ടവനെന്ന് ദാവീദ് തിരിച്ചറിയുമെങ്കിൽ പോലും തന്റെ മുമ്പിലായിരിക്കുന്ന അഭിഷേകത്തിനായി ഒരുവന്റെ നേരെ കരമുയർത്തുവാൻ ദാവീദ് തുനിഞ്ഞില്ല. Yes, he never fought against Saul. ഒരിക്കൽ പോലും ഈ ശൗലിനെതിരെ യുദ്ധം ചെയ്യുവാൻ ദാവീദ് That's the loyalty, that is the faithfulness of David. അങ്ങനെയുള്ള താഴ്മയാണ്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ദാവീദ് ആയിരിക്കുന്നത്. Because he knew there will be a time, amen, God will honor him. തന്നെ മാനിക്കുന്ന ഒരു സമയം ദാവീദിന്റെ ദിനത്തിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. Until that time he decided to be patient. ആ സമയത്തേക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദാവീദ്. He didn't want his own methods. തനിക്ക് തന്റേതായ ഒരു ക്രമത്തിൽ കൂടി പോകാൻ അവൻ ആഗ്രഹിച്ചില്ല. So I presented 3 people in front of you. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ 3 വ്യക്തികളെയല്ലേ കൊണ്ടുവന്നത്. Amen. What do we learn from Saul? ശൗലിൽ നിന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ളത്? You can be on the top of the climax of the spiritual life, but you can plummet to the pit. You can fall down. ആത്മീയ ഉന്നതിയിലായിരിക്കുന്ന നിങ്ങൾക്ക് എന്നാലോ ഏറ്റവും ഒരു ആത്മീയ അധപ്പതനത്തിലേക്ക് വീഴുവാനുള്ള ഒരു സാഹചര്യമാകാം. It did not happen overnight. ആമേൻ. ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ലത്. It was gradually happening. ആമേൻ. ഗ്രാജുവലായിട്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ലേ. The first step in his life was he was taking credit for the things that he was not doing. താൻ ചെയ്യാത്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് അതിന്റെ മാനമെടുക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തി. Then he started with disobedience. അതിനുശേഷം അനുസരണക്കേടിലേക്ക് വഴിതിരിച്ച വ്യക്തി. He took the word of God and the commandment of God very lightly. ദൈവത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെയും വളരെ ലഘുവായി എടുത്തൊരു വ്യക്തി. And on he did not repent. He just found lame excuses in that thing and he put a shallow defense against him. ആമേൻ. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെതിരെ മുമ്പോട്ട് ഓടുന്ന ഒരു വ്യക്തി. And then finally the man got so possessed with jealousy. ആമേൻ. അതിന് പകരം അവസാന ഫലമായിട്ട് ഏറ്റവും വലിയ അസൂയ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. Then the jealousy led him to anger. അസൂയയിൽ നിന്ന് കോപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. And then he began to go after David. അതിനുശേഷം ദാവീദിനെ കൊല്ലുവാൻ തക്കണവനെ പിന്തുടരുന്ന ഒരു സ്വഭാവത്തിലേക്ക് ശൗൽ മാറി. This can happen if we are not spiritually fine tuned. ആമേൻ. നമ്മൾ ആത്മീയമായ ഉന്നതിയിലേക്ക് ആത്മീയമായി മുൻപോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലും ഭവിക്കും. This can happen to the pastor, this can happen to the believer. ഒരു ശുശ്രൂഷകനായിക്കോട്ടെ, ഒരു ബിലീവർ ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാം. If we don't control such a behavior in our life and at the right time, at the moment we recognize it, if we don't fall at the feet of Christ and confess and wash by the blood of Christ, amen, the slowly we will become somebody else. Then we will not even know that we are attacking others. ആമേൻ. തിരിച്ചറിയുന്ന സമയത്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നിട്ട് നിലവിളിച്ചില്ല എങ്കിലും നമ്മളും അറിയാതെ നമ്മുടെ ജീവിതം ആത്മീയ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. We may not have a spear like amen, soul to kill others, but our words might be much sharper than that and we may attack other people. ശൗലിനെ പോലെ ഒരു കുന്തം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ നാവിൽ നിന്ന വാക്കുകൾ മറ്റുള്ളവരെ നിരുത്സാഹ
ഉത്സാഹപ്പെടുത്തുന്നതായിരിക്കാം. Oh, we will not recognize that one. അതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, അത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. That is a very dangerous situation. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് അത്. But look at the son, his son Jonathan. എന്നാൽ അവന്റെ മകനായ യോനാഥാനെ ഒന്ന് നോക്കിയേ. He knows he can fight for the lineage, the kingdom. തന്റെ രാജകീയ പാരമ്പര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാമെന്ന് അറിയാം. Yeah, man, David was in his presence many times. പല സമയത്തും അവന്റെ മുമ്പിൽ ദാവീദ് ഉണ്ടായിരുന്നു. It wouldn't take much to kill David. ആമേൻ. ദാവീദിനെ കൊല്ലുവാൻ അത്ര സമയമൊന്നും വേണ്ടി വരില്ല. But Jonathan recognized, no, that is not the thing. എന്നാൽ അതല്ല കാര്യമെന്ന് യോനാഥാൻ തിരിച്ചറിഞ്ഞു. I know I don't have the call to be the king. ഒരു രാജാവാകാനുള്ള ഒരു വിളി എനിക്കില്ല എന്ന് യോനാഥാൻ തിരിച്ചറിഞ്ഞു. And I know this brother David has it. തന്റെ മുമ്പിലായിരിക്കുന്ന സഹോദരൻ ദാവീദിന് അതിന്റെ ഒരു വിളി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. So I am going to acknowledge him by giving everything that I have. എനിക്കുണ്ടായിരിക്കുന്നതെല്ലാം ഞാൻ അവന് കൊടുത്ത് അവനെ ഞാൻ തിരിച്ചറിയാം. And I will love him as I love myself. ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ സ്വന്തം പ്രാണനെ പോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നു. But I want to say, I want a statement. That statement, when I meditated, I think he loved David more than himself. അവനേക്കാൾ ഉപരിയായി സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി അവനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാണുന്നത്. That's what really exhibiting there. Even though Jonathan says loved himself as himself, but I believe that Jonathan loved David more than himself. സ്വന്തം പ്രാണനെ പോലെ എന്ന് തിരുവചനത്തിൽ പറയുന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്നു സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. And that's where I want to be. അങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് I want to recognize the calling in other people. മറ്റുള്ളവരുടെ മുമ്പിലുള്ള ദൈവത്തിന്റെ വിളിയെ എനിക്ക് തിരിച്ചറിഞ്ഞ് അവനെ മാനിക്കണം. If my brother or sister is anointed and gifted with the gift of the Holy Spirit, whether in the church or anywhere, I need to be so rejoicing and encouraging ഒരു them. സഹോദരനായിക്കോട്ടെ സഹോദരിയായിക്കോട്ടെ അവന്റെ മേൽ ദൈവത്തിന്റെ വിളിയുണ്ട്, കൃപാവരങ്ങൾ ജ്വലിച്ചിട്ടുണ്ടെങ്കിൽ അവത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ മാനിക്കണം, അവനെ ഉയർത്തണം എന്നുള്ള യഥാർത്ഥ സ്നേഹം എന്നിലുണ്ട്. If others got a better ministry than me, I want to be in a position of encouraging them. ഓരോ എന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു നല്ലൊരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അവനെ ഉത്സാഹപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. And the moment we do that one, God will bless our. എപ്പോഴാണോ അത് ചെയ്തെടുക്കുവാൻ നിങ്ങൾ തയ്യാറാവുന്നത് അപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. When I want to know, when I want other people's kids to get better than my kids, then I assure you our kids will be honored by God. തമ്മിൽ തന്നിരിക്കുന്ന മറ്റുള്ളവരുടെ കൃപാവരങ്ങൾ മുമ്പോട്ട് ഉയരണമെന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നത്, എപ്പോഴാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള കൃപാവരങ്ങളും വർദ്ധിച്ചു വരുവാൻ ഇടയാകുമെന്ന് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. And I want to be like David. ദാവീദിനെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I don't want when people praise me and people honor me. ഒരു വ്യക്തി എന്നെ പ്രൈസ് ചെയ്യുമ്പോൾ മഹത്വത്തോടെ കാണുമ്പോൾ എന്നെ മാനിക്കുമ്പോൾ I want that only in my heart. I don't want that in my head. എന്റെ ഹൃദയത്തിലായിരിക്കണമല്ല എന്റെ മനസ്സിൽ അത് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. I don't want that to get into my head and to get pumped up and to get pride in me. അത് കേട്ടിട്ട് ഒരു അഹങ്കാരം എന്നിൽ ജനിക്കുവാൻ ഇടവരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want to be loyal and recognize the call of life. I want to know, just like David was not fighting against Saul, he need to recognize where to fight and where not to fight. ഒരു ശൗലിനെ പോലെ പോരാട്ടത്തിലുള്ളവനാകാനല്ല, എവിടെയാണ് യുദ്ധം ചെയ്യണമെന്ന്, എവിടെ മാറി നിൽക്കണമെന്നുള്ള ഒരു ഉത്തമ ഉദ്ദേശത്തോടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. We don't have a fight against the flesh and the blood. ജഡത്തിനോട് പോരാടി നിൽക്കേണ്ടവരല്ല നമ്മൾ. Our fight, we need to recognize with whom we have the fight. നമുക്ക് ആരോടാണ് പോരാട്ടമുള്ളതെന്ന് നമ്മൾ യഥാർത്ഥമായി തിരിച്ചറിയണം. That's where I want to conclude. അതാണ് എനിക്ക് പറയാൻ. Among the three people, the three legacies they left behind. അവർ മൂന്ന് കാര്യങ്ങൾ, മൂന്ന് ലെഗസിയാണ് നമ്മുടെ മുമ്പിൽ. But I really don't want to be like a Saul. ഒരു ശൗലിനെ പോലെ എന്റെ ജീവിതം പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. But I love to be like David or Jonathan. എന്നാൽ എനിക്ക് യോനാഥാനെ പോലെയോ ദാവീദിനെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But that simple desire is not sufficient enough. Just
Just simply desiring is not going to do it. I need to deliberately, intentionally work for it. ആമേൻ. ആ ഒരു ആഗ്രഹം നല്ലത് തന്നെ. അതെന്നാൽ അതിനുവേണ്ടി നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ പ്രയത്നം ഉണ്ടായിരിക്കണം. Amen. Someday we will breathe our last. ഒരു പക്ഷേ അവസാനം ശ്വസിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. We all will die. നമ്മളെല്ലാവരും മരണത്തിന് If കീഴ്പ്പെടേണ്ടി. Christ comes before that one, we will be resurrected. But if not, we will all die. ക്രിസ്തുവിന്റെ വരവിന് അടുത്തായില്ലെങ്കിൽ നമ്മളെല്ലാവരും മരണത്തിന് കീഴ്പ്പെടുമെന്ന് വിളിച്ചു പറയുന്നു. What will people think of me? എന്നാൽ എന്നെയും നിങ്ങളെയും പറ്റി എന്തായിരിക്കും ഈ ജനം ചിന്തിക്കുന്നത്? Amen. The Bible wrote about them, but what will people write about me? ആമേൻ. അവരെ പറ്റി വചനം പറയുന്നുണ്ട്. എന്നാൽ ചുറ്റുമായിരിക്കുന്ന ജനം എന്നെ പറ്റി എന്ത് ചിന്തിക്കും? Will they say that he was a man, a selfish man? അവനൊരു സ്വാർത്ഥ മനോഭാവമുള്ളവൻ എന്ന് ആരെങ്കിലും പറയുമോ? Will the people say that this guy was full of jealousy? അസൂയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവനെന്ന് പറയുമോ? Or will they say that, or can people say that he loved people, he cared for others, he found joy in other people's success? ആമേൻ. ജനത്തെ സ്നേഹിക്കുന്നവൻ, ജനത്തെ സംരക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അവരെ ഉയർച്ചയിലേക്ക് നടത്തുന്നവൻ എന്നുള്ളൊരു സാക്ഷ്യമായിരിക്കുമോ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വേണ്ടി വരുന്നത്? And I want to really surrender my life for that one. I want to say, Lord, give me every grace that needed to be that way. ആമേൻ. ആ ഒരു ദൂതന് മുമ്പാകെ എന്നെ തന്നെ കീഴ്പ്പെട്ടുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹത്വത്തിലേക്കായിരിക്കണം, പ്രൈസ് ആയിരിക്കണം വേണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Amen. Praise God. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക.